മാളികയ്ക്കൽ. പേര് കേട്ട ആ തറവാട് എപ്പോഴും തിരക്കുകളുടേതായിരുന്നു. പത്മനാഭൻ നായരുടെ വീട്. കാറ്റും വെളിച്ചവും നിറഞ്ഞ ആ വലിയ വീടിനൊരു പ്രത്യേക ഐശ്വര്യമുണ്ടായിരുന്നു. രാവിലെ തന്നെ എല്ലാവരും അവരുടേതായ തിരക്കുകളിലാണ്. ഉമ്മറത്തെ ചാരുകസേരയിലിരുന്ന് പത്മനാഭൻ നായർ പത്രം വായിക്കുന്നു. അകത്തടുക്കളയിൽ ഭാര്യ മീനാക്ഷിയും അമ്മ മാധവിയും ചേർന്നുള്ള പാചകത്തിൻ്റെ ശബ്ദം കേൾക്കാം. മകൻ വിഷ്ണു എന്ന ഉണ്ണി അച്ഛൻ്റെ ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്തുന്ന തിരക്കിലാണ്. പെട്ടെന്നാണ് പത്രത്തിൻ്റെ ഉള്ളിൽ തിരുകിയ നിലയിൽ ആ ചുവന്ന കവർ പത്മനാഭൻ നായരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ ആരുടെയും പേരോ വിലാസമോ ഇല്ലായിരുന്നു. കൗതുകത്തോടെയും നേരിയ പരിഭ്രമത്തോടെയും അദ്ദേഹം ആ കവർ തുറക്കാൻ തുനിഞ്ഞു. അച്ഛാ, ഞാൻ ഇറങ്ങുകയാണേ, ലേറ്റായി. പെട്ടെന്നുള്ള ആ ശബ്ദം കേട്ടാണ് അദ്ദേഹം മുഖമുയർത്തിയത്. ആ വീടിൻ്റെ ജീവനായ, എല്ലാവരുടെയും ഓമനയായ ദക്ഷ, പത്മനാഭൻ്റെ പ്രിയപുത്രി ദച്ചു. കോളേജിലെ ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ്. വായടക്കാതെ സംസാരിക്കുന്ന, വീട് മുഴുവൻ നടന്ന് ഒച്ച വയ്ക്കുന്ന ആ വായാടി പെണ്ണ് യാത്ര പറയാൻ വന്നതാണ്. സൂക്ഷിച്ചു പോണേ മോളെ, പത്മനാഭൻ നായർ പതിവ് പോലെ പറഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് പടികളിറങ്ങി ഓടി. ദക്ഷ പോയതോടെ അദ്ദേഹം വീണ്ടും കവറിലേക്ക് നോക്കി. പക്ഷെ അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് മീനാക്ഷിയുടെ വിളി വന്നു. പപ്പേട്ടാ, ആ പത്രം അവിടെ വെച്ചിട്ട് ഇന്ന് ഇങ്ങോട്ട് വന്നേ, ആഹാരം കഴിക്കാറായിട്ടോ. കവർ തുറക്കാനുള്ള ആവേശം തൽക്കാലം മാറ്റിവെച്ച് പത്മനാഭൻ ആ ചുവന്ന കവർ അവിടെയുള്ള മേശപ്പുറത്തേക്ക് തന്നെ വെച്ചു. എന്നിട്ട് അടുക്കളയിലേക്ക് നടന്നു. അവിടെ ആ പൂമുഖത്തെ മേശപ്പുറത്ത് കാറ്റിൽ പറക്കാതിരിക്കാൻ ഒരു പേപ്പർ വെയിറ്റിനിടയിൽ ആ ചുവന്ന കവറിരുന്നു. വരാൻ പോകുന്ന ഏതോ വലിയ കൊടുങ്കാറ്റിൻ്റെ മുന്നോടി എന്നോണം. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് പത്മനാഭൻ ഉമ്മറത്തേക്ക് തിരിച്ചെത്തി. ആ ചുവന്ന കവർ അദ്ദേഹത്തെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി. രണ്ടു വശങ്ങളിലേക്കും നോക്കി ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അദ്ദേഹം തിടുക്കത്തിൽ ആ കവർ കീറി അതിനുള്ളിലെ കത്തെടുത്തു. വരികളിലൂടെ കണ്ണോടിച്ച പത്മനാഭൻ നായരുടെ മുഖത്തെ ചോര ഒഴുകിപ്പോയി. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. അതിലെഴുതിയിരുന്നത് ഇതായിരുന്നു: പത്മനാഭ, ഓർക്കുന്നുണ്ടോ മംഗലത്ത് കേശവനെ, നിന്റെ വളർച്ചയ്ക്ക് നിന്റെ വലങ്കൈയായി നിന്നവനെ? ഒരു രാത്രി കൊണ്ട് നീ ചതിച്ചെടുത്ത ആ മംഗലത്തിൻ്റെ സ്വത്തുക്കളുടെ മുകളിലായിരുന്നില്ലേ നീ ഇന്ന് ഈ കാണുന്ന സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത്? നാണക്കേട് താങ്ങാനാവാതെ അന്ന് എൻ്റെ അച്ഛനും അമ്മയും ജീവനൊടുക്കുമ്പോൾ എനിക്ക് വെറും 10 വയസ്സായിരുന്നു. അന്ന് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് നിന്റെ ചതിയുടെ കഥകൾ ഈ നെഞ്ചിലേക്ക് പറഞ്ഞു തന്നിട്ടാണ് പോയത്. അന്നു മുതൽ ഞാൻ ഈ ജീവിക്കുന്നത് ഇതിനാണ്, ഇന്ന് ഈ നിമിഷത്തിന് വേണ്ടി. നീ തന്നെ നിന്റെ ചിതയൊരുക്കി കാത്തിരുന്നോ? നിന്റെ തകർച്ച തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ ആദ്യ ലക്ഷ്യം നിന്റെ ജീവൻ്റെ ജീവനായ ദക്ഷയാണ്. വായിച്ചു തീർന്നതും പത്മനാഭൻ നായരുടെ കൈകൾ വിറച്ചു. കത്ത് താഴേക്ക് വീണു. താൻ ചതിയിലൂടെ കെട്ടിപ്പൊക്കിയ ആ വലിയ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ട് തകർന്നടിയാൻ പോകുന്നു. അതിനേക്കാളുപരി തൻ്റെ മകൾ ദക്ഷയുടെ ജീവൻ അത് ഭീഷണിയായിരിക്കുന്നു. ഇന്നവൻ വെറും കാശിനാഥല്ല, കോടീശ്വരനായ മംഗലത്ത് കാശിനാഥാണ്. അവൻ വിചാരിച്ചാൽ എന്തും നടക്കും. ഭയം പത്മനാഭൻ നായരുടെ ഉള്ളിലേക്ക് ഒരു തണുപ്പായി പടർന്നു കയറി. അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ ഉറക്കം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അതേസമയം കോളേജിലേക്ക് പോയ ദക്ഷ തൻ്റെ കൂട്ടുകാരികളോട് സംസാരിച്ചുല്ലസിച്ച് നടക്കുകയാണ്. തൻ്റെ തലക്കു മുകളിൽ ഒരു വലിയ ദുരന്തം വരുന്നുണ്ടെന്ന് ആ പാവം വായാടി പെണ്ണിനെ അറിയില്ലായിരുന്നു. കത്ത് വന്നേ പിന്നെ പത്മനാഭൻ ആകെ മാറിപ്പോയി. എപ്പോഴും ഉമ്മറത്തിരുന്ന് ചിരിച്ചും തമാശ പറഞ്ഞും പത്രം വായിച്ചിരുന്ന മനുഷ്യനിപ്പോൾ വീടിൻ്റെ ഒരു ഒഴിഞ്ഞ കോണിൽ പേടിയോടെ നോക്കിയിരിക്കുകയാണ്. രാത്രികളിൽ അദ്ദേഹം ഉറങ്ങാറില്ല. മുറ്റത്തൊരു കാറിൻ്റെ ശബ്ദം കേട്ടാൽ പോലും അദ്ദേഹം ഞെട്ടിയെഴുന്നേൽക്കും. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കണു. എന്താ പപ്പേട്ടാ, എന്താ പറ്റിയത്? ഒരു സുഖമില്ലായ്മ പോലെ ഉണ്ടല്ലോ. അടുക്കളയിൽ നിന്നും ചായയുമായി വന്ന മീനാക്ഷി ചോദിച്ചു. ഏയ്, ഒന്നുമില്ല മീനാക്ഷിയെ, ബിസിനസ്സിലെ ചെറിയൊരു തലവേദന. പത്മനാഭൻ ഒഴിഞ്ഞു മാറി. പക്ഷെ തൻ്റെ സാമ്രാജ്യം തകരുന്നതിനേക്കാൾ അദ്ദേഹത്തെ ഭയപ്പെടുത്തിയത് ഈ വീടിൻ്റെ വിളക്കായ, തൻ്റെ ജീവൻ്റെ പാതിയായ തൻ്റെ മകൾ ദക്ഷയുടെ മുഖമായിരുന്നു. ആ ചതിയുടെ കഥകൾ സ്വന്തം കുടുംബത്തോട് പറയാനും അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു. അതേസമയം പത്മനാഭൻ്റെ മകൻ ഉണ്ണി വലിയൊരു ആവേശത്തിലായിരുന്നു.
തറവാട്ടിലെ ബിസിനസ് അടുത്ത ലെവലിലേക്ക് എത്താൻ പോകുന്ന ആ വലിയൊരു ഡീൽ അവന് ലഭിച്ചിരിക്കുന്നു. ഓഫീസിലേക്ക് കയറി വന്ന ഉണ്ണി മാനേജറോട് ചോദിച്ചു, ആരാ പ്രൊജക്ട് പാർട്ട്ണർ, എന്താ കമ്പനിയുടെ പേര്? മാനേജർ ബഹുമാനത്തോടെ പറഞ്ഞു, സാർ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ് മംഗലത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അതിൻ്റെ അധിപൻ കാശിനാഥ് സാർ നേരിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കേശവൻ്റെ മകനാണെന്നോ പഴയ ചതിയുടെ കഥകളോ അറിയാത്ത ഉണ്ണി ഈ ഡീൽ ഉറപ്പിച്ചാൽ തങ്ങളുടെ ബിസിനസ് രക്ഷപ്പെടുമെന്ന് കരുതി സന്തോഷത്തോടെ കാശിനാഥനെ കാത്തിരുന്നു. ഒരു സന്ധ്യാസമയമായിരുന്നു അത്. തറവാടിനടുത്തുള്ള കാവിൽ തൊഴുതു മടങ്ങുകയായിരുന്നു ദക്ഷ. കുറച്ചു മാറി വിജനമായ ആ ഇടവഴിയിൽ വെച്ചാണ് പെട്ടെന്നൊരു കറുത്ത കാർ വന്ന് അവൾക്ക് മുന്നിൽ ബ്രേക്കിട്ടത്. വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്ന രൂപത്തെ കണ്ട് ദക്ഷ ഒരടി പിന്നിട്ട് മാറി. 6 അടിയിലധികം ഉയരം, കട്ടി കൂടിയ താടി, തണുത്തുറഞ്ഞതുപോലെ തീക്ഷ്ണമായ കണ്ണുകൾ, അതായിരുന്നു കാശിനാഥ്. അവൻ്റെ നടപ്പിലും ഭാവത്തിലും ഒരു വന്യമായ പ്രൗഢി ഉണ്ടായിരുന്നു. ദക്ഷ അതുവരെ കണ്ടിട്ടുള്ള ആണുങ്ങളെ പോലെ അല്ലായിരുന്നു അവൻ. ആ നോട്ടം കണ്ടപ്പോൾ തന്നെ അവളുടെ ഉള്ളിലൊരു അപായ സൂചന തോന്നി. ആരാണ്? വഴിയിൽ നിന്ന് മാറ്. ദക്ഷ ഭയം പുറത്ത് കാണിക്കാതെ ധൈര്യം സംഭരിച്ച് ചോദിച്ചു. കാശി മറുപടി ഒന്നും പറഞ്ഞില്ല. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ്റെ നിശബ്ദത അവളെ കൂടുതൽ ഭയപ്പെടുത്തി. അവൾ തിരിഞ്ഞു ഓടാനാഞ്ഞതും കാശിനാഥ് അവളുടെ വഴി തടഞ്ഞു നിന്നു. നീയാണല്ലേ മാളിയേക്കൽ പത്മനാഭൻ്റെ ഒരേ ഒരു മകൾ ദക്ഷ? കാശിനാഥൻ്റെ ശബ്ദം വളരെ പതുക്കെയായിരുന്നു. എന്നാൽ അതിൽ കനത്ത ഒരു ഗാംഭീര്യമുണ്ടായിരുന്നു. അതിന് നിങ്ങൾ ആരാണ്? വഴിയിൽ നിന്ന് മാറാൻ പറഞ്ഞത് കേട്ടില്ലേ? ദക്ഷ ശബ്ദമുയർത്താൻ ശ്രമിച്ചു. കാശി അവളുടെ മുഖത്തേക്ക് നോക്കി വന്യമായി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരു പരിഹാസവും പ്രതികാരവും ഉണ്ടായിരുന്നു. എൻ്റെ പേര് ഓർത്തു വെച്ച പെണ്ണേ, മംഗലത്ത് കാശിനാഥ്. നിന്റെ അച്ഛൻ ദൈവത്തെപ്പോലെ വാർത്തുന്ന നിന്റെ ഈ അഹങ്കാരമുണ്ടല്ലോ, അത് ഞാൻ ഈ മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്തും. പത്മനാഭനോട് ചെന്ന് പറഞ്ഞേക്ക് അവൻ്റെ നാശത മുന്നിൽ നിൽക്കുന്നു എന്ന്. അത്രയും പറഞ്ഞ് കാശി അവളിൽ നിന്നും നോട്ടം മാറ്റി തിരികെ കാറിലേക്ക് കയറി. വണ്ടി വലിയൊരു ശബ്ദത്തോടെ അവിടെ നിന്നും പാഞ്ഞുപോയി. ആ വിജനമായ വഴിയിൽ തനിച്ചു നിന്ന ദക്ഷയുടെ നെഞ്ചിടിപ്പ് നിലച്ചിരുന്നില്ല. അവളുടെ ശരീരം മുഴുവനും വിറക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒരാൾ തൻ്റെ മുന്നിൽ വന്ന് അച്ഛനെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് അവൾ കാണുന്നത്. ആരാണ് ഈ കാശിനാഥ് എന്ന ചോദ്യത്തോടെ ഉള്ളിൽ നിറഞ്ഞ വലിയൊരു ഭയവുമായിട്ടാണ് ദക്ഷ അന്ന് തറവാട്ടിലേക്ക് ഓടിക്കയറിയത്. കാശിയുടെ അപ്രതീക്ഷിതമായ ആ വരവിന് ശേഷം ദക്ഷ നേരെ തറവാട്ടിലേക്ക് തിരിച്ചെത്തി. അവളുടെ മുഖം വിളറിയിരുന്നു. ഉള്ളിൽ ഭയവും ആശയക്കുഴപ്പവും നിറഞ്ഞിരുന്നു. ഹാളിൽ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് അവൾ ഓടിച്ചെന്നു. അച്ഛാ! ദക്ഷയുടെ വിളി കേട്ട് പത്മനാഭൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മോളെ, നീ എവിടെയായിരുന്നു? മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അയാൾ പരിഭ്രമത്തോടെ ചോദിച്ചു. അച്ഛാ, ഇന്ന് എന്നെ വഴിയിൽ വെച്ച് ഒരാൾ തടഞ്ഞു നിർത്തി സംസാരിച്ചു. കാശിനാഥ് എന്നാണ് അയാൾ പറഞ്ഞത്. മംഗലത്ത് കാശിനാഥ്. അയാൾക്ക് നമ്മളോടെന്തോ വലിയ ശത്രുതയുള്ളതുപോലെ സംസാരിച്ചത്. അച്ഛനെ തകർക്കുമെന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ആരാണ് അച്ഛാ കാശിനാഥ്? ദക്ഷ ആകാംക്ഷയോടെ ചോദിച്ചു. കാശിനാഥ് എന്ന പേര് കേട്ടതും പത്മനാഭൻ ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. അയാളുടെ മുഖത്തെ ചോരയൊഴുകിപ്പോയതുപോലെ വിളറി ഭൂതകാലത്തിലെ ഏതോ വലിയ ഭയം അയാളുടെ കണ്ണുകളിൽ മിന്നിമറഞ്ഞു. കൈകൾ ചെറുതായി വിറക്കാൻ തുടങ്ങി. അവൻ വന്നോ? പത്മനാഭൻ വാക്കുകൾ കിട്ടാതെയായി. പക്ഷേ മകളുടെ മുന്നിൽ അയാൾ പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു. മുഖത്ത് ദേഷ്യം വരുത്തി തീർത്തു. നീ അവനോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട ദക്ഷ. അവൻ വെറും ഒരു ഭ്രാന്തനാണ്. നമ്മുടെ തറവാടിൻ്റെ ഐശ്വര്യം കണ്ട് അസൂയ പൂണ്ട കുറേ ശത്രുക്കളുണ്ട് പുറത്ത്. അതിലൊരാൾ. നീ അതോർത്ത് വിഷമിക്കണ്ട. അയാൾ വിഷയം മാറ്റാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ ഉള്ളിലെ ഭയം ദക്ഷയ്ക്ക് മനസ്സിലായിരുന്നു.